നമസ്കാരം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ്. ഒരു വധക്കേസ് ഇത്രയും കാലം മാധ്യമങ്ങളിലൂടെ സ്ഥിരമായി ചർച്ചയാകുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്താണ് ഈ ഒരു സംഭവത്തിൻ്റെ ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്നത് എന്നത് മറ്റൊരു പ്രത്യേകത. ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന സംഘം ഏതാണ്? ഇവർ ആരുടെ പിണിയാളുകളാണ്? ഒരു കാലത്ത് CPMന്റെ രാഷ്ട്രീയ പിന്തുണയിൽ അനായാസം കുറ്റകൃത്യങ്ങൾ നടത്തി വിലസിയിരുന്ന സംഘമാണ് ഇതിന് പിന്നിൽ എന്ന് പറയപ്പെടുന്നു. ചൊക്ലി മോഡൽ വെട്ടുവെട്ടി പ്രതിയോഗിയുടെ മുഖം വികൃതമായി വധിക്കുന്ന ക്രിമിനൽ സംഘം. ഈ സംഘത്തിനാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇരട്ട ജീവപര്യന്തവും ശിക്ഷാവർദ്ധനവും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച പ്രതികളിൽ ബഹുഭൂരിപക്ഷം പേരും കണ്ണൂർ ജില്ലയിൽ നിന്ന് ഉള്ളവരാണ്. ഗൂഢാലോചനക്കാരിൽ ചിലർ കോഴിക്കോട്ടുകാരാണെങ്കിലും നടപ്പിലാക്കിയത് കണ്ണൂരുകാരായിരുന്നു. ഗൂഢാലോചന നടത്തിയ CPM പ്രാദേശിക നേതാക്കളും കൊല നടത്തിയ ഗുണ്ടകളും അടങ്ങുന്ന ക്രിമിനൽ സംഘമാണ് ഈ അംഗങ്ങൾ. കോഴിക്കോട് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന പാനൂർ ചൊക്ലി പ്രദേശത്ത് നിന്ന് ഉള്ളവരാണ് പ്രതികളിൽ ഏറെയും. കണ്ണൂർ കഴിഞ്ഞാൽ മാഹി സ്വദേശികൾക്കാണ് പ്രതിപട്ടികയിൽ രണ്ടാം സ്ഥാനം. 14 പ്രതികളിൽ KC രാമചന്ദ്രനും KK കൃഷ്ണനും മാത്രമാണ് കോഴിക്കോട്ടുകാർ. ഇപ്പോൾ പരോൾ പോലും ലഭിക്കാത്ത വിധത്തിൽ കോടതി പൂട്ടിയിട്ടിരിക്കുന്നത് ഈ ക്രിമിനലുകളെയാണ്. ഒന്നാം പ്രതി MC അനൂപ്, കണ്ണൂർ പാനൂർ ചെണ്ടയാട് സ്വദേശി. TPയെ ഇടിച്ചു വീഴ്ത്തിയ ഇന്നോവ ഓടിച്ചയാൾ. മുൻപ് RSSൽ പ്രവർത്തിച്ച ഇയാൾ ഗൂഢാലോചനയിലും പങ്കാളിയാണ്. മൂന്നാം പ്രതി കൊടിസുനിയും കണ്ണൂരുകാരൻ. ചൊക്ലി നെടുമ്പറം സ്വദേശിയായ ഇയാൾ മുൻപ് RSSൽ പ്രവർത്തിച്ചു. നാലാം പ്രതി TK രജീഷ്, കണ്ണൂർ പാട്യം പത്തായക്കുന്ന് സ്വദേശിയാണ്. വിദ്യാർത്ഥികാലം തൊട്ടേ ക്രിമിനൽ സംഘത്തിലുണ്ട്. അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി, ചൊക്ലി സ്വദേശിയാണ്. പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യുന്നയാളാണ് എന്നാണ് കുറ്റപത്രത്തിൽ ഉള്ളത്. ആറാം പ്രതി അണ്ണൻ സിജിത്ത്, പാനൂർ ചമ്പാട് അരയാക്കുൽ സ്വദേശി. കൊലപാതകമടക്കം ഒട്ടേറെ കേസുകളുള്ള കൊട്ടേഷൻ സംഘാംഗം. 11ാം പ്രതി ട്രൗസർ മനോജൻ, പാനൂരിനടുത്ത് ചെറുപ്പറമ്പ് കൊളവല്ലൂർ സ്വദേശിയാണ്. 13ാം പ്രതി അന്തരിച്ച PK കുഞ്ഞനന്ദനും പാനൂർ സ്വദേശി. 31ാം പ്രതി ലെമ്പു പ്രദീപനും ചൊക്ലി സ്വദേശിയാണ്. ഇന്നോവയിലെത്തിയ പ്രതികളുടെ ആയുധം ഒളിപ്പിച്ചു എന്നതാണ് കുറ്റം. വിചാരണ കോടതി വെറുതെ വിട്ട ശേഷം ഹൈക്കോടതി പ്രതികളാക്കിയ 12ാം പ്രതി ജ്യോതിബാബുവും ചൊക്ലി സ്വദേശി. ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഇയാൾ CPMന്റെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. രണ്ടാം പ്രതി കിർമാണി മനോജ് മാഹി പന്തക്കൽ സ്വദേശിയാണെങ്കിലും പ്രവർത്തന മേഖല കണ്ണൂർ. കൊല നടക്കുന്ന വേളയിൽ തന്നെ പള്ളൂർ സ്റ്റേഷനിൽ 15ലേറെ ക്രിമിനൽ കേസുകളിലെ പ്രതി. ഏഴാം പ്രതി K ഷിനോജ് മാഹി സ്വദേശിയാണ്. ഈ ക്രിമിനൽ സംഘത്തെ പൂട്ടിയത് ടി.പി. ചന്ദ്രശേഖരന്റെ വിധവ KK രമ എന്ന ഒറ്റ വ്യക്തിയാണ്. ചന്ദ്രശേഖരൻ വധക്കേസിൽ പഴുതുകൾ നൽകാതെയുള്ള നിയമ പോരാട്ടമാണ് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത്. ഇവരുടെ നിശ്ചയദാർഢ്യം നിറഞ്ഞ പോരാട്ടമാണ് ഈ ദിവസങ്ങളിൽ കണ്ടത്. KK രമ MLAയുടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P. കുമാരൻകുട്ടിയുടെയും നേതൃത്വത്തിലാണ് കേസ് നടന്നത്. വിചാരണ കോടതിയിൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് CK ശ്രീധരൻ സ്ഥാനമൊഴിഞ്ഞതോടെ കേസ് നടത്തിപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഹൈക്കോടതിയിലും വിജയം നേടിയിരിക്കുകയാണ് ഇവർ. സംസ്ഥാന സർക്കാർ വലിയ താൽപ്പര്യം കാണിക്കാതിരുന്ന കേസായിട്ടും പ്രോസിക്യൂഷന് വിജയം നേടാനായത് ഇവരുടെ ആത്മാർത്ഥ ശ്രമം കൊണ്ടാണ്. കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കാസർഗോഡ് DCC പ്രസിഡന്റുമായിരുന്ന പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് ഹൈക്കോടതിയിൽ അപ്പീൽ വാദം തുടങ്ങാനിരിക്കെ ചുമതലകളിൽ നിന്ന് ഒഴിവായിരുന്നു. അദ്ദേഹം CPMുമായി ചേർന്ന് പ്രവർത്തിക്കാനും തീരുമാനിച്ചു. 2023 സെപ്റ്റംബർ 4 മുതൽ 5 മാസത്തോളം എല്ലാ ഭാഗത്തിൻ്റെയും വിശദമായ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി അന്തിമ വിധിയിലെത്തിയത്. കേസിൽ 5ാം സാക്ഷിയായ KK രമയും 6ാം സാക്ഷി അച്യുതനുമാണ് CPMന് TPയോട് ശത്രുതയുള്ളതായി മൊഴി നൽകിയത്. ആക്രമിക്കുന്നതിന് 4 മാസം മുൻപ് സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി ഒരു കത്ത് ലഭിച്ച കാര്യം KK രമ കോടതിയിൽ പറഞ്ഞു. താൻ മുൻപ് പ്രവർത്തിച്ച പാർട്ടി തീരുമാനിച്ച കാര്യം നടപ്പാക്കാതെ പിന്മാറില്ലെന്നും തനിക്കെന്തെങ്കിലും പറ്റിയാൽ അത് KC രാമചന്ദ്രൻ, KK കൃഷ്ണൻ തുടങ്ങിയ പ്രതികൾ അറിഞ്ഞുകൊണ്ടായിരിക്കുമെന്നും TP പറഞ്ഞിരുന്നതായും രമ മൊഴി നൽകി. വധിക്കപ്പെടുന്നതിന് ഒരാഴ്ച മുൻപാണ് TP ഇക്കാര്യം തന്നോട് പറഞ്ഞതെന്നും അവർ പറഞ്ഞിരുന്നു. വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ശരിവെച്ച ഹൈക്കോടതി കൂടുതൽ കുറ്റങ്ങൾ ചുമത്തിയാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. വിചാരണ കോടതി കണ്ടെത്തിയ എല്ലാ കുറ്റങ്ങളും ശരിവെക്കുന്നതായി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നു. കൂടാതെ 6 പേർക്കെതിരെ ഗൂഢാലോചനാ കുറ്റം ഹൈക്കോടതിയും ചുമത്തി. കൊലപാതകത്തിന് ഉപയോഗിച്ച ഇന്നോവ കാർ സംഘടിപ്പിച്ച 18ാം പ്രതി റഫീഖിന് വാഹനം കൊലപാതകത്തിന് ഉപയോഗിക്കാനാണെന്ന് അറിയാമായിരുന്നുവെന്ന ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. അതിനാൽ കൊലപാതക കുറ്റത്തിന് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷയ്ക്ക് അയാൾ അർഹനാണ്. അതേസമയം വ്യാജരേഖയുണ്ടാക്കി എന്നതിന് തെളിവില്ലാത്തതിനാൽ കുറ്റം ചുമത്താനാകില്ല. ആയുധങ്ങൾ ഒളിപ്പിച്ചു എന്ന കുറ്റം 31ാം പ്രതി പ്രദീപനെതിരെ വ്യക്തമാണ്. അതിനാൽ തെളിവ് നശിപ്പിച്ചു എന്ന കണ്ടെത്തൽ ശരിയാണ്. അതേസമയം 6ാം പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ച് തെറ്റായ വിവരം നൽകി എന്നതിന് തെളിവില്ലാത്തതിനാൽ ബന്ധപ്പെട്ട കുറ്റം ചുമത്താനാവില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിട്ടയക്കപ്പെട്ടവരുടെ കാര്യത്തിലും വിചാരണ കോടതിയുടെ നിലപാടിൽ തെറ്റില്ലെന്നും പ്രതി ചേർക്കാൻ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. പുതുതായി പ്രതി ചേർത്ത KK കൃഷ്ണനും ജ്യോതിബാബുവും മറ്റ് പ്രതികൾക്ക് നൽകിയ ശിക്ഷയ്ക്ക് അർഹരാണെങ്കിലും
പ്രായാധിക്യവും ആരോഗ്യസ്ഥിതിയും കണക്കിലെടുത്താണ് ജീവപര്യന്തം മാത്രമാക്കി ചുരുക്കിയത്. ശിക്ഷ ഇളവ് അവകാശം റദ്ദാക്കാതെയാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധ നേടിയ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിന്റെ കോടതി നടപടികൾ വൻ മാധ്യമ ശ്രദ്ധയാണ് ആകർഷിച്ചത്. 2012 ഓഗസ്റ്റ് 13 76 പേരെ പ്രതികളാക്കി വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകിയത് മുതൽ കേസ് മുഴുവനായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2012 നവംബർ 15 മാറാട് പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങിയതോടെ കനത്ത കാവലിൽ പ്രതികളെ എരഞ്ഞിപ്പാലത്തെ കോടതിയിൽ എത്തിക്കുന്നതും അവർ പോകുന്ന വഴികളുമെല്ലാം മാധ്യമങ്ങൾ പിന്തുടർന്നു. വിചാരണ കോടതി നടപടികൾ ഇത്ര വിശദമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവം സംസ്ഥാനത്ത് ഇതാദ്യമായിരുന്നു. 2013 ജൂലൈ 31 സാക്ഷിവിസ്താരം പൂർത്തിയായി. 2014 ജനുവരി 28 വിധി വരും വരെ കോടതിയിലെ ഓരോ നടപടികളും പൂർണ്ണമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൊലപാതകത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലും ടി.പി. കേസ് ചർച്ചയായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രമ സ്ഥാനാർത്ഥിയായതോടെ കേസ് വലിയ ചർച്ചയായി. കഴിഞ്ഞ ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളുടെ പ്രതികരണം വരുന്നതിനിടെ ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കോടതി വിധി കൂടി വന്നതോടെ മാധ്യമശ്രദ്ധ അങ്ങോട്ട് മാറുകയായിരുന്നു.